ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും എടുക്കാം. അതുമാത്രമല്ല കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജാർ എടുത്തത്. ഇപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 കപ്പ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തീരെ വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പാണ് ചോറെടുക്കാനൊക്കെ എടുത്തത്. ഇനി അതിന് പകരം ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേപോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈവച്ച് കുഴയ്ക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾക്ക് മനസ്സിലാവും. ആദ്യമേ തന്നെ കൈവച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുത്തത്. ഇനി നമ്മൾക്കിത് കൈവച്ച് കുഴച്ചെടുക്കാം. കൈവച്ച് തൊടുമ്പോൾ അറിയാം കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1/4 കപ്പും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നല്ല പോലെ ഇത് കുഴച്ചെടുക്കുക. ടോട്ടൽ ഇപ്പോൾ നമ്മൾ ചോറെടുത്ത കപ്പിൽ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇത് 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മളിതിവിടെ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 9 എണ്ണം ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് പൊടി വിതറി കൊടുത്തതിന് ശേഷം നമ്മളിത് പരത്തി കൊടുക്കുന്നുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പരത്തി കൊടുക്കുക. എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ പാനിൻ്റെ ചൂടിൻ്റെ വ്യത്യാസം കാരണം ചപ്പാത്തി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ പരത്തിയതിന് ശേഷം പൊടി ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. എല്ലാം പരത്തി കഴിഞ്ഞാൽ നമ്മൾക്കിനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി ചൂടാവും. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതേപോലെ പൊങ്ങി വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചപ്പാത്തിയുടെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ തേച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരെണ്ണം നെയ്യ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. എണ്ണ തീരെ വേണ്ട ഒഴിവാക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നെയ്യ് തൊടാതെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചപ്പാത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എത്ര സമയം കഴിഞ്ഞാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഡിഫറൻസ് ഉള്ളത് ഞാൻ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിമാണ്. നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴാണ് ചപ്പാത്തി ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് ഇരിക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ചപ്പാത്തിയിൽ നെയ്യ് തേച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല സോഫ്റ്റ് ചപ്പാത്തി പല രീതിയിലും നമ്മൾക്ക് തയ്യാറാക്കാം. ഒരു മെത്തേഡ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചത്. പിന്നെ ചോറ് ബാക്കി വന്നാൽ അത് തീർക്കാനായിട്ടുള്ള നല്ലൊരു ഐഡിയയും കൂടിയാണിത്. ഞാനിവിടെ മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തത്. ഏത് തരം ചോറ് വേണമെങ്കിലും എടുക്കാം. ഏതായാലും ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 8 or 9 എണ്ണമായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചപ്പാത്തി നമ്മൾക്ക് ഒന്നുകിൽ ഇതേപോലെ തന്നെ കറി കൂട്ടിയിട്ട് കഴിക്കാം. ഞാനിപ്പം ഇവിടെ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അതും കൂടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അതിനായിട്ട് ഓരോ ചപ്പാത്തിയായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സിസർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമ്മൾക്കിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തുമില്ല. ചപ്പാത്തിയെല്ലാം ഞാനിവിടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പൊടിയായിട്ടെറിഞ്ഞ സവാള 1/2 കപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ടെറിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ടെറിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് പൊടിയായിട്ടെറിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ക്യാരറ്റും ക്യാബേജും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ടും ഓരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ
2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി 3 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കാം. അടിയിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഒരു സൈഡായി കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെടുക്കുന്നത് കാണുമ്പോൾ അറിയാം പാനിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. പാനിൽ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നാക്കി കൊടുത്താൽ മതി. ഇനി ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, സവാള അരിഞ്ഞത് 1/2 കപ്പ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാബേജ് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോൾ കനം കുറച്ച് നീളത്തിലരിഞ്ഞ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം ക്യാബേജൊക്കെ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് നേരം ഇനി ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ക്യാബേജും ക്യാരറ്റും ഓരോ കപ്പ് വീതമാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് തയ്യാറാക്കി വെച്ച മുട്ടയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചെറിയ പീസാക്കി ഫ്രൈ ചെയ്തൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ല പോലെ എല്ലാം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാത്തിലും ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണ്. ചപ്പാത്തി വെച്ചിട്ടാണ് തയ്യാറാക്കിയെന്നുള്ളത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്